അങ്ങനെ പതിവ് പോലെ രാവിലെ 4:30-ക്ക് എണീറ്റ് ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഒളുവൊക്കെ എടുത്ത് വന്നിട്ട് നിസ്കരിക്കും. രാവിലെ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ രാവിലെ എണീറ്റ് കിച്ചണിലോട്ട് വന്നിട്ട് ഊത് കത്തിക്കും. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഊതിനെ പറ്റി. നല്ലതാണ് കേട്ടോ. രാവിലെയും സന്ധ്യയ്ക്കൊക്കെ നമ്മളൊരു ഇച്ചിരി നേരം ഇത് കത്തിച്ച് വെക്കുന്നത് നല്ല, ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അവരവരുടേതായ കാര്യങ്ങളുണ്ടല്ലോ, കത്തിച്ച് വെക്കണം. എനിക്ക് ഈ ഊതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അഗർബത്തിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കണം. അപ്പം ഒരു നല്ല എനർജി കിട്ടുന്ന പോലെ നമുക്ക്. ഒന്നാമത് ഇന്ന് മോള് പോകുന്ന ദിവസം ഹോസ്റ്റലിലോട്ട്. അപ്പോൾ ഒത്തിരി ജോലിയുണ്ട്. അപ്പം മനസ്സും ശരീരവും റിഫ്രഷ് ആക്കാൻ നല്ലതാണ്. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, നമുക്ക് വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. ഇതിങ്ങനെ കുതിർത്ത് വെച്ചേക്കും. 2 സ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ട് അവിടെ അടച്ചു വെക്കും. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കുടിക്കണം. നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് തൈറോയ്ഡ് ഗുളികയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ എടുക്കാം കേട്ടോ. ഈ ചിയാ സീഡ് വെള്ളത്തിൻ്റെ കൂടെ ആ ഗുളികയും കൂടെ കഴിച്ചു, ഒരു പ്രശ്നമില്ല. നല്ല സാധനമാണ്. എന്നിട്ട് ഞാൻ പതിവ് പോലെ നിസ്കാരവും ഓതലും ദിക്കറിയലും ഒക്കെ ആയിട്ടിരിക്കും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിൻ്റെ കൂടെ ഇരുന്ന് കഴിയുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. എന്നെപ്പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആർക്കൊക്കെ ഉണ്ട്? പലർക്കും. എനർജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സെം ലീവൊക്കെ കഴിഞ്ഞ് നമ്മുടെ മക്കൾ ഹോസ്റ്റലിൽ പോകുമ്പം ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ മെയിനായിട്ട് ഞാൻ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും റെസിപ്പീസ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആ കുനാഫയുടെ റെസിപ്പിയോ ഈ അച്ചാറുകളുടെ റെസിപ്പിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവേ. ഇന്നിപ്പം മെയിനായിട്ട് കാണിക്കുന്ന ഈ ഹോസ്റ്റൽ പിള്ളേർക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് മുടി പൊഴിച്ചില്ലല്ലേ. അതിന് പറ്റിയൊരു ഹെയർ ഗ്രോത്ത് പൗഡറാണ്. ഇത് ചെയ്താൽ എന്തായാലും മുടി പോകത്തില്ല, അതിൽ ഞാൻ ഗ്യാരൻറ്റിയേ. ഇങ്ങനെ ഒത്തിരി ജോലിയുള്ള ദിവസം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതുപോലൊരു ഡയറി ഉണ്ട്, തിങ്സ് ടു ഡു എന്നും പറഞ്ഞ്. നിങ്ങളൊരു സാധാ ഡയറിയോ പേപ്പറോ എടുത്തിട്ട് അന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം. ആദ്യം തന്നെ ഞാൻ ഈസി ബ്രേക്ക്ഫാസ്റ്റ്, ഒന്നീ ഉപ്പുമാവ് ഉണ്ടാക്കും ഇങ്ങനെയുള്ള ദിവസം, അല്ലെങ്കിൽ ബ്രെഡോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ആക്കും. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കുനാഫ, 2 ടൈപ്പ് കുനാഫ ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് കുനാഫയും ക്ലാസിക് കുനാഫയും. പിന്നെ ഒരു പുഡിംഗ് കേക്ക്, പിന്നെ മോളുടെ കുറച്ച് ഡ്രസ്സുണ്ട്, അതൊക്കെ അയൺ ചെയ്ത് വെക്കണം. പിന്നെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കുന്ന ഗീ റൈസ്, ചിക്കൻ മസാലം, ചിക്കൻ കറി, സലാഡും ഒക്കെയാണ്. പിന്നെ അച്ചാറിടണം, ഹോസ്റ്റലിൽ കൊടുത്തു വിടാൻ കൊഞ്ചച്ചാറും ചിക്കൻ അച്ചാറും. അത് കുറച്ച് നാൾ, 1 മാസമൊക്കെ പുറത്തല്ലേ വെക്കുന്നത്, ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ കേടാവാതിരിക്കാനുള്ള ടിപ്പും കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കണം, പാക്ക് ചെയ്യണം, ഹെയർ ഗ്രോത്ത് പൗഡർ, ഇതെല്ലാം ഒന്ന് എഴുതി വെക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു ചിട്ട കാണും, പ്ലാനിങ് ഒക്കെ കാണുമേ. എന്നിട്ട് ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുനാഫയുടെ പരിപാടിക്ക് നിന്ന്. ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചത് അതാ കുനാഫ. ചോക്ലേറ്റ് കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ലാസിക് കുനാഫയും ഉണ്ട്. വീട്ടിലായതുകൊണ്ടേ ഞാൻ പിള്ളേർക്ക് ചെയ്ത് നല്ലപോലെ ചോക്ലേറ്റൊക്കെ ഇട്ട്, ചോക്ലേറ്റാണ്, ന്യൂട്രല്ല അല്ല കേട്ടോ, ചോക്ലേറ്റ് ഇട്ടുള്ള കുനാഫ. നല്ല രീതിയിൽ ചോക്ലേറ്റും ഒക്കെ ഇട്ട് ആദ്യമേ ഇതുണ്ടാക്കി അങ്ങ് വെച്ച് കൊടുത്താൽ ഇവർ കയറി ഇറങ്ങി കഴിച്ചോളും. അവൾ വരുമ്പം ഞാൻ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് വരുത്തുള്ളേ. അപ്പം ഇതൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ല, പെട്ടെന്ന് കേടായി പോകത്തില്ലേ. കണ്ടില്ലേ, നിറയെ ചോക്ലേറ്റ് ലവേഴ്സിന് ബെസ്റ്റാണ്. ഇങ്ങനത്തെ ഇതുപോലത്തെ കേക്ക് ടിന്നിൽ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാൽ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ റെസിപ്പി ഇടാവേ. ഇത് ക്ലാസിക് കുനാഫ, ക്രീമി കുനാഫ, അത് പെട്ടെന്ന് തീർന്നു. ഇത് കഴിഞ്ഞിട്ട് പുഡിംഗ് കേക്കിനുള്ള കാരമൽ, 2 ഗ്ലാസ് ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കും. ഇച്ചിരി ഡേഞ്ചർ പരിപാടിയാണ്. അതും എടുത്ത് അതും ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്. കാരമൽ ഉണ്ടാക്കി ഒന്ന് തണുത്ത് കഴിഞ്ഞെങ്കിലല്ലേ കേക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ആദ്യം അതും ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ മുസല്ലം, ഗീ റൈസും ഇച്ചിരി സലാഡും ചിക്കൻ മുസല്ലവും ഒക്കെ കൂട്ടി ഉച്ചയ്ക്കെത്തതും. സാധാ ചിക്കൻ കറി ഞാൻ കാണിക്കുന്നില്ല, അതെല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. ഇതൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തേ എന്നുള്ളൊരു ഇത്.
പിന്നെ കൊഞ്ചച്ചാർ, കൊഞ്ച് പൊരിച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കേക്ക് അടുപ്പത്ത് കയറി. പിന്നെ ഇടിയപ്പം ഒരു സൈഡിൽ വേവുന്നുണ്ട്. എല്ലാം ഇങ്ങനെ പടപടപടേന്ന് ചെയ്യുന്നുണ്ട് ജോലികളൊക്കെ. നിങ്ങളുടെയൊക്കെ മക്കൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ എന്തൊക്കെയാണെന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ പറ്റുവാണെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ഗ്രേവി എല്ലാം റെഡിയാക്കിയിട്ട് കൊഞ്ചും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ വറുത്തിട്ട് അതിൻ്റെ മസാല പാകപ്പെടുത്തി. പിന്നെ ഇത് ഇടിയപ്പവും തട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. തേങ്ങ ഇല്ലാത്ത ഇടിയപ്പം, അപ്പോൾ കേടാവത്തില്ലല്ലോ. രാത്രിയിലെ ബസ്, ബസ്സേ ഇത് കണ്ടില്ലേ, കട്ടിലിൻ്റെ പുറത്ത് രാവിലെ തൊട്ടേ ഓരോരോ ഡ്രസ്സുകളിലെ കൊണ്ടുപോകാനുള്ള എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. ഒന്നും മറന്നു പോകാൻ പാടില്ലല്ലോ. എപ്പോഴും ഞാൻ 2 ഇതുപോലത്തെ സിംഗിൾ ബെഡ്ഷീറ്റ് കൊടുത്തു വിടും. ഒന്ന് അഴിക്കാമ്പോൾ ഒന്ന് വിരിക്കാമല്ലോ. ടർക്കികളും ഡ്രസ്സുകളും എന്തൊക്കെയാണ് അവർക്ക് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടില്ലേ, കട്ടിലിൻ്റെ പുറത്ത് ഇതെല്ലാം നിരത്തി വെക്കുന്നുണ്ട്. പിന്നെ കൊഞ്ചച്ചാർ ഇട്ടത് തണുക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കൈകൾ വന്ന് കൊഞ്ചച്ചാർ കൊണ്ടുപോകുന്നത് കണ്ടോ. തൊടല്ലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല, അപ്പോൾ അതി വന്ന് പറക്കിക്കൊണ്ട് പോകും. തണുക്കാൻ വേണ്ടി ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കുന്നത് കൊഞ്ചച്ചാർ, ചിക്കൻ അച്ചാർ, ഇടിയപ്പം, സോസേജ് ഇതെല്ലാം തണുത്തെങ്കിലല്ലേ നമുക്ക് നല്ലപോലെ പാക്ക് ചെയ്ത് കൊടുക്കാനൊക്കത്തുള്ളൂ. വൈകിട്ട് 8 മണിക്കാണ് ബസ്. അപ്പം പിറ്റേന്ന് രാവിലെ ഹോസ്റ്റലിൽ എത്തിയ ഉടനെ കഴിച്ചിട്ട് ഇവർക്ക് കോളേജിലും പോകാം, പിന്നെ വന്നിട്ടും കഴിക്കാൻ കാണുമല്ലോ. കൂടെ ഒരു റൂം മേറ്റും ഉണ്ട്, പുള്ളിക്കാരിക്കും 2 പേർക്കും കൂടെ ഉള്ള ഫുഡാണ് കൊടുത്തു വിടുന്നത്. ഇത് 4 മണിക്കത്തേക്ക് ഞാൻ ഉണ്ടാക്കിയത് പുഡിങ് കേക്ക്. റോബസ്റ്റ പഴമില്ലേ, റോബസ്റ്റ പഴം വെച്ചുണ്ടാക്കിയതാണ്. മൈദയും റോബസ്റ്റ പഴവും മുട്ടയൊക്കെ ഇട്ട് കാരമലൊക്കെ ഒഴിച്ച നല്ലൊരു പുഡിങ് കേക്കാണ്. കൊടുത്തു വിട്ടില്ല, ഇതിവിടെ തന്നെ എല്ലാവരും കഴിച്ച്. അത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാവേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. നല്ല പുഡിങ് ആണോയെന്ന് വെച്ചാൽ പുഡിങ്ങും അല്ല, കേക്കാണോയെന്ന് വെച്ചാൽ കേക്കും അല്ല. ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും അത്യാവശ്യം ഇച്ചിരി പ്ലം കേക്കും നല്ല ഈസി കേക്ക് റെസിപ്പി ഇടണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഞാൻ ഇനി ഇതിൻ്റെ ടെക്സ്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. ഇത് അത്യാവശ്യം ടീ കേക്കിൻ്റെ ഇനത്തിൽപ്പെട്ട നല്ലൊരു കേക്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അന്നത്തെ ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉള്ളിയും തക്കാളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൊരിയിച്ചെടുക്കും. മൊരിയിച്ചിട്ട് ഇച്ചിരി മസാലയൊക്കെ ഇട്ട് ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ഇട്ട് നല്ലൊരു ഗ്രേവി ടൈപ്പ് ഒരു ചെറിയ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും ഒന്നും കേടാവത്തില്ല കൊടുത്തു വിടുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ഹെയർ ഗ്രോത്ത് പൗഡർ. ഇത് ശരിക്കും ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ട് എനിക്കും മൂക്കും നല്ല സക്സസ് ആയെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഇതെൻ്റെ ഓൺ റെസിപ്പി അല്ല. ഉലുവ ഇല്ലേ, ഉലുവ എല്ലാം കഴുകി ഉണക്കി ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നതാണേ. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പടുതി ഒന്നും ഇങ്ങനെ ചെയ്തേക്കലും, ഒന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ടേ ചെയ്യാവുള്ളൂ. 5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഉലുവ. അതുപോലെ തന്നെ കരിഞ്ജീരകം, ഭയങ്കര ഗുണമുള്ളൊരു സാധനം കേട്ടോ കരിഞ്ജീരകം. അതും 5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ എഴുതി ടിന്നിലിടും, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ജീരകവും കറുത്ത എള്ളും കൂടെ എനിക്ക് മാറിപ്പോവും. ഫ്ലാക്സ് സീഡ്, ഇത് പിന്നെ കഴുകി ഉണക്കാൻ പറ്റത്തില്ല, ഞാൻ മേടിച്ചതാണ്. ഫ്ലാക്സ് സീഡും 5 ടേബിൾ സ്പൂൺ. പിന്നെ 5 ടേബിൾ സ്പൂൺ കറുത്ത എള്ളില്ലേ, കറുത്ത എള്ള് ശരിക്കും നല്ലതാണ്. ഇച്ചിരി കരിപ്പെട്ടിയൊക്കെ ഇട്ട് നമ്മൾ ബോൾ പോലെ ആക്കാമെങ്കിലേ ഭയങ്കര ഈ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു സാധനമാണ് കറുത്ത എള്ള്. കറുത്ത എള്ള് അതും 5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ ഉലുവ, 5 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, 5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും 5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്. ഇത്രയും നമുക്കൊന്ന് ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാം. ആദ്യം കറുത്ത എള്ളും കരിഞ്ജീരകവും ഉലുവായും കൂടി ഇട്ടൊന്ന് നല്ല പൊടിക്കണം. അത് പൊടിയാൻ ഇച്ചിരി താമസമല്ലേ, അത് നല്ലപോലെ പൊടിച്ചിട്ടേ ഫ്ലാക്സ് സീഡ് ഇടാവുള്ളൂ. ഫ്ലാക്സ് സീഡ് ഇട്ട് നമ്മൾ ഒത്തിരി അടിക്കാൻ പാടില്ല, കാരണം അതിൽ നിന്നൊരു എണ്ണ ഇറങ്ങും. അത്രയ്ക്കും അങ്ങ് എണ്ണയൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ. നല്ലൊരു പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അത് ഈ ഉലുവായും കരിഞ്ജീരകവും കറുത്ത എള്ളും കൂടെ നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഞാൻ ഫ്ലാക്സ് സീഡും ഇട്ട് ഒന്ന് നല്ല കറക്കി കൊടുത്ത് അപ്പോഴത്തേക്ക് അതൊന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ട് അതൊരു ടിന്നിലാക്കുന്നുണ്ട്.
ഇച്ചിരി നീളമുള്ള ടിന്നാണ്. അതിലോട്ട് ഭൃംഗരാജ പൗഡർ. ഇതൊന്നും ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് നിങ്ങളോട് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും കഴുകാനും ഉണക്കാനും ഉള്ള സൗകര്യമില്ല. ഉലുവ പോലെയല്ലല്ലോ ഇത് കിട്ടാനും പാടല്ലേ, കയ്യോന്നിയുടെ ഇല. അപ്പം ഞാൻ ഇങ്ങനെ കഴുകി ഉണക്കിയത് കിട്ടുമല്ലോ, നമുക്ക് നല്ല ബ്രാൻഡ് നോക്കി അത് എടുക്കണം. അത് 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഭൃംഗരാജ പൗഡർ, കയ്യോന്നിപ്പൊടി. പിന്നെ ആംല പൗഡർ, നെല്ലിക്കാപ്പൊടി. ഇത് ഞാൻ ഒരു വട്ടം ഒന്ന് ഉണക്കി പൊടിച്ച് നോക്കിയിട്ട് എനിക്ക് അത്ര തൃപ്തി കിട്ടിയില്ല. മേടിക്കുന്ന ഞാൻ തോന്നുന്നു നല്ലത് കേട്ടോ. ഓരോ ഉണക്കിനൊക്കെ ഓരോ പരുവം ഉണ്ടല്ലോ. ഞാനപ്പോൾ ഇങ്ങനെ മേടിച്ച ഇത് ഉപയോഗിക്കുന്നത്. ഇച്ചിരി നല്ല ബ്രാൻഡ് നോക്കിയിട്ടേ മേടിച്ചാൽ മതി. ഇതെന്താണേലും ഇടണേ, നെല്ലിക്കാപ്പൊടിയും ഭൃംഗരാജ പൗഡർ നല്ലതാണ് മുടിക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ടിന്നിലിട്ട് അടച്ച് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ പൊടിച്ച പൊടിയും ഈ പൊടിയും കൂടെ മിക്സ് ആവണം. കണ്ടില്ലേ, നല്ലപോലെ മിക്സാക്കി എടുക്കണം. എടുത്തിട്ട് ഹോസ്റ്റൽ പിള്ളേരാണെങ്കിൽ ഇത് ചുമ്മാ പച്ചവെള്ളത്തിൽ കുഴച്ച് കുതിരാൻ ഒരു 10-25 മിനിറ്റ് വെച്ചേക്കണം. ഈ ഉലുവായൊക്കെ കുതിർന്നിറങ്ങണ്ടേ. കണ്ടില്ലേ, ഞാനിത് ടിന്നിലോട്ടിട്ട് അവൾക്ക് മോക്ക് കൊടുത്തു വിടാനുള്ളതാണ്. ആൺപിള്ളേർക്ക് ഉപയോഗിക്കാം കേട്ടോ. പെൺപിള്ളേർക്ക് നല്ലത്, ആൺപിള്ളേർക്ക് നല്ലതാണ്. ചെറുതായിട്ട് തലയിലൊന്ന് എണ്ണ തൂത്തിട്ട് ഇതിട്ടാൽ മതി. ഹോസ്റ്റൽ പിള്ളേർക്കാകുമ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, അവർക്ക് ഇത് ചുമ്മാ പച്ചവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കുതിർത്ത് ഇത് തലയിൽ തേക്കുക. ഇപ്പം വീട്ടിലുള്ളവരാണെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓരോരുത്തരുടെ മുടിക്കനുസരിച്ച് എടുക്കണേ. എന്നിട്ട് അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കണം. ഇപ്പം നിങ്ങൾക്ക് ഹെവി ആയിട്ട് മുടി പൊഴിച്ചിലുണ്ടോ, ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ ഇച്ചിരി സുലൈമാനി കട്ടൻ ചായ ഇല്ലേ, നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് എടുത്തിട്ട് ഈ പൊടി വിട്ട് അതൊന്ന് തണുക്കുമ്പോഴേ ഈ പൊടി ഇട്ട് കുതിർത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കണം. പെട്ടെന്ന് നിൽക്കും കേട്ടോ മുടി പൊഴിച്ചിൽ. മുടിക്ക് നല്ല സ്ട്രെങ്ത്തും കിട്ടും ഈ കട്ടൻ ചായ. എനിക്ക് മുടി പൊഴിച്ചിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് അതുണ്ടാവത്തില്ല. ഞാൻ മോക്കും ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കപ്പോൾ അപ്പം തന്നെ തേച്ച് കൊടുക്കാൻ സമയം കിട്ടിയില്ല. കുറച്ച് നേരം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, നല്ല കട്ടി പേസ്റ്റ് പോലായി. ഇങ്ങനെയും തേക്കാം. ഇത് ഇരിക്കും തോറും ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. എന്നിട്ട് നമ്മുടെ തലയിൽ തേക്കുകയാണെങ്കിൽ നല്ല വോളിയം തോന്നിക്കുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ. ഇനി കൊണ്ടുപോകാനുള്ള പാക്കിംഗ് ആണ്. ഇതുപോലത്തെ ഒരു പാത്രം കിട്ടുമല്ലോ, ഇതാകുമ്പോൾ പിന്നെ അവർക്ക് കഴിച്ചിട്ട് കളയുകയും ചെയ്യാം. ഒരു പാത്രത്തിലോട്ട് ഇടിയപ്പവും വെച്ച്, നല്ല തണുത്ത് കേട്ടോ, ഇടിയപ്പവും സോസേജും കൂടെ വെച്ച് കൊടുത്തു. അത് നല്ലപോലെ കണ്ടില്ലേ, മാസ്കിൻ്റെ ടിക്കയാണ്. എൻ്റെ ഹസ്ബൻഡാണ് ഇത് ചെയ്യുന്നത്. നല്ല പാക്ക് ചെയ്യും. നല്ലപോലെ പാക്ക് ചെയ്ത് കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഈ പാക്കിംഗ് ഒക്കെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലേ കണ്ടില്ല, ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, നല്ല മുരിഞ്ഞ്. ഇനിയിപ്പം നാളെ വൈകിട്ട് വരെ അവർക്ക് കഴിക്കാം. ഇപ്പം ഇത് രാത്രി ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ചെയ്യുന്നതാണ്. സന്ധ്യയ്ക്ക് 6 മണിയൊക്കെ ആയപ്പോൾ പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ എടുക്കുമ്പോഴും ഒന്നും പറ്റത്തില്ല. പിറ്റേന്ന് രാത്രി വരെ ഇതിങ്ങനെ ഇരുന്നോളും. ബാക്കിയുള്ള സോസേജും അതിൽ വെച്ച് അതും പാക്ക് ചെയ്ത്, അങ്ങനെ കഴിക്കാനുള്ളത് ഇങ്ങനെ പാക്ക് ചെയ്ത്. പിന്നെ കണ്ടില്ലേ ഉണ്ണിയപ്പം, ഇനി ചിക്കൻ അച്ചാറാണ്. നല്ല കഴുകി ഉണക്കിയ ടിന്നിലോട്ട് ഇടാവുള്ള, ഒട്ടും വെള്ളമയം പാടില്ല. നല്ല ഇച്ചിരി ഗ്രേവി ഉണ്ട് പെരണ്ട. അപ്പോൾ ഇവർക്ക് ചോറും തൈരും വേറെ പ്രത്യേകിച്ച് കറിയൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഹോസ്റ്റലിലെ കറികളല്ലേ, ഇതും ഇട്ട് പെരട്ടി അങ്ങ് തിന്നുമല്ലോ. കുഞ്ഞുങ്ങൾ വിശന്നിരിക്കത്തില്ലല്ലോ. നല്ല പോലെ അത് പാക്ക് ചെയ്ത് സൈഡിൽ നല്ലെണ്ണ ഇരിക്കുന്നുണ്ടോ. ഈ വീഡിയോയിൽ കിട്ടിയില്ല, ഞാൻ കൊഞ്ചച്ചാറിൻ്റെ ഇതിൽ കാണിച്ചു തരാവേ. നമ്മൾ ടിന്ന് നിറച്ച് ഈ ചിക്കൻ അച്ചാർ ഇട്ടതിന് ശേഷം നല്ലെണ്ണ, ചൂടൊന്നും ആക്കണ്ട, ഇങ്ങനെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ഒഴിക്കാമെങ്കിൽ ഇത് കേടാകാതിരുന്നോളും കേട്ടോ. പൂക്കത്തും ഒന്നുമില്ല, ഇതുവരെ പൂത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ നോൺ വെജ് അച്ചാറൊക്കെ ഇവർ 1 മാസത്തെ കാണത്തില്ലല്ലോ, അതിന് മുമ്പ് ഈ പിള്ളേരൊക്കെ പെട്ടെന്ന് തിന്ന് തീർക്കത്തില്ലേ. എന്തായാലും ഇതുവരെ ഇത് കേടായിട്ടില്ല, അതുകൊണ്ടാണ്. കണ്ടില്ലേ, അടുത്ത ടീനി കൊഞ്ചച്ചാറ്. ഇത് ഞാൻ കാണിച്ചു തരാവേ. നല്ലെണ്ണ ഇതുപോലെ മേളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പച്ചയ്ക്ക്. അപ്പോൾ അതിങ്ങനെ കിടന്നോളും. എന്നിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ മാസ്കിൻ ടേപ്പൊക്കെ ഒഴിച്ച് പാക്ക് ചെയ്യണം കേട്ടോ, ലീക്കാകാൻ പാടില്ലേ.
കൊഞ്ചച്ചാറും ഇട്ട് ഇത് കണ്ടില്ലേ, നല്ലെണ്ണ ഇതുപോലെ നമ്മൾ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കേടാകാതിരുന്നോളും. നല്ലപോലെ അടച്ച് ഇനി അത് മാസ്കിൻ ടേപ്പ് വെച്ച് നല്ല ഒട്ടിച്ചും കൂടെ കഴിയുമ്പോൾ സേഫ് ആയിക്കോളും. പിന്നെ ഇത് ഒത്തിരി വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കാതെ ഈ കബോർഡോ എന്തെങ്കിലും കാണത്തില്ലേ, അങ്ങനെയൊക്കെ വെച്ചിരുന്നാൽ മതി പിള്ളേർ. ഫ്രിഡ്ജുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല, ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളും. ഫ്രിഡ്ജുള്ളവർ പിന്നെ നല്ലെണ്ണയൊന്നും ഒഴിക്കണ്ട. ഇത് ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും പിള്ളേരൊക്കെ എടുത്തിട്ട് പോകും തോന്നുന്നു. ഒത്തിരി പിള്ളേരുള്ള ഹോസ്റ്റലല്ലേ, അപ്പോൾ അവരവരുടെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തു വിടുന്നത്. നല്ല പാക്ക് ചെയ്ത് ഭദ്രമാക്കി കണ്ടില്ലേ, ഇതാ ഫുഡ് ഐറ്റംസ് ആയിട്ട് കൊടുത്തു വിടുന്നത്. ഇതിനെ ഇനി നമ്മൾ ലഗേജ് വിടത്തില്ല, ഇത് കൈ വെച്ചേക്കും. സീറ്റിൻ്റെ മേളിലൊരു തട്ടില്ലേ, അവിടെ വെക്കുന്നത്. അവിടെ ആകുമ്പോൾ എ സി കൊള്ളുമല്ലോ ബസ്സിനകത്തൊക്കെ. കണ്ടില്ലേ, ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന ബസ്സിൻ്റെ സീറ്റിൻ്റെ മേളിലൊരു തട്ടുണ്ട്, അവിടെ വെക്കാവുള്ളൂ. ഒരിക്കലും ഇത് ലഗേജ് ഇടുന്നിടത്ത് ഇടലും, ഭയങ്കര ചൂടാണ് അവിടെ. പെട്ടെന്ന് ഇത് പൂത്തു പോകും കേട്ടോ, ഫുഡ് പെട്ടെന്ന് ചീത്തയായിപ്പോവും. എന്നിട്ട് രാവിലെ കൊണ്ടുപോയി പൊട്ടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് മോളുടെ കുറേ സാധനങ്ങളാണ്, പാക്കിങ് നടക്കുക. ബുക്കും ക്രീമും ചീപ്പും എല്ലാം എന്ത് അവളിരുന്ന് പാക്ക് ചെയ്യുന്നു. കുറേ ലിപ്സ്റ്റിക്കോ എന്തൊക്കെയാണോ, പെൺപിള്ളേരല്ലേ, അവരുടേതായ കുറേ സാധനങ്ങളുണ്ടല്ലോ, എല്ലാം പാക്ക് ചെയ്ത് അങ്ങനെ സെം ലീവൊക്കെ കഴിഞ്ഞ് 10-20 ദിവസം ലീവ് ഉണ്ടായിരുന്നേ. സെം ലീവൊക്കെ കഴിഞ്ഞ് കൊച്ചു പോവാം. ശരിക്കും പറഞ്ഞാൽ വീട് ഉറങ്ങിപ്പോയതുപോലെ ആയിപ്പോയി. ഭയങ്കര വിഷമമുള്ളൊരു സംഭവം. എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. മക്കൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം വീടങ്ങ് ഉറങ്ങിപ്പോവും. അതുവരെ നമുക്ക് എന്തുണ്ടാക്കി കൊടുക്കണം, ഏതുണ്ടാക്കി കൊടുക്കണം, ആ ടൈം ടേബിൾ ഈ ടൈം ടേബിൾ ഒക്കെ സംഭവങ്ങളാണ്. ഇനി ഇത് തുണിയെല്ലാം പാക്ക് ചെയ്യാൻ പോവാം. വലിയൊരു ബ്ലാങ്കറ്റ് കണ്ടില്ലേ, ബ്ലാങ്കറ്റും ഒക്കെ കൊണ്ടുവന്ന് കഴുകാൻ. എല്ലാം കഴുകി വൃത്തിയാക്കി. ഇതുപോലൊരു ട്രാവൽ ബാഗുണ്ട്, അതിൽ തന്നെ കുത്തിക്കയറ്റിയിട്ട് തീർന്നില്ല. അതിന് വേണ്ടി തുണിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 20-22 ദിവസത്തേക്ക് അവൾ വന്നത് സെം ലീവിന്. എല്ലാം പാക്ക് ചെയ്ത് കുത്തിക്കയറ്റി. പുള്ളിക്കാർ തന്നെ എല്ലാം ചെയ്യും, അവരവർക്കെല്ലാം അറിയത്തുള്ളൂ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വെക്കേണ്ടത്. അപ്പോൾ അവർക്ക് ചെന്ന് എടുക്കുമ്പോഴും ഒരു അടുക്ക് ഇട്ടേക്കാണ്. പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതുങ്ങൾ പാക്ക് ചെയ്യാനും ഒക്കെ മടിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരാഴ്ചയ്ക്ക് മുമ്പേ എല്ലാം പാക്ക് ചെയ്ത് ഭദ്രമാക്കി കൊണ്ടുവരും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ കിടന്ന് ഒച്ചയിടണം, പാക്ക് ചെയ്യുമ്പോളെ അതെടുത്ത് വെക്കുമ്പോളെ ഇതെടുത്ത് വെക്കുമ്പോളെ. ഇങ്ങനെ പുറകിന് നടക്കണം പിള്ളേരുടെ. ഇങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് യൂണിഫോമാണ് ഇവർക്ക് കോളേജിൽ. പിന്നെ യൂണിഫോം എല്ലാം കഴുകി തേച്ച് കൊടുത്ത്, ചെല്ലുമ്പോൾ ചുളിയെന്ന് പറഞ്ഞ്, എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് എല്ലാം കഴുകി തേച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം കുത്തി കയറ്റുക. മൂത്ത മോനെല്ലാം പാക്ക് ചെയ്ത് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. ഒരു ബഹളമാണ് പോകുന്ന ദിവസം. നമുക്കുള്ളിലൊരു വിഷമമല്ലേ, കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ. പിന്നെ പഠിക്കട്ടെ, പഠിച്ചെല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അങ്ങനെ യാത്രയാവുകയാണ്. ആ ഫ്ലാറ്റിൻ്റെ താഴോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ലൈറ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. നല്ല രസമില്ലേ. അങ്ങനെ മാംഗ്ലൂരിലേക്ക് പോവുകയാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ലഗേജും ഒക്കെ ആയിട്ട് പോന്നു.
കണ്ടില്ലേ, അവൾ കൊണ്ടുപോകാനുള്ള ലഗേജുകളാണ് ഇത്. സ്കൂട്ടറിൽ കൊണ്ടുവന്നതാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പേ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ. കണ്ടില്ലേ, മോക്ക് പോകാനുള്ള ബസ്സും വന്ന്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് പോകുമ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര വിഷമം കേട്ടോ. ഇതാ ലഗേജ് വെക്കുന്ന സ്ഥലം. ഇവിടെ വെക്കല്ലേ നമ്മുടെ ഫുഡ് ഐറ്റംസ്. പിന്നെ വേറൊന്നും ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവൾ കയറി പോകുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ മനസ്സിനൊരു കിടുകിടുപ്പ്. അങ്ങനെ വെക്കേഷനും കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി. താങ്ക് യു.